നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ടൂ വീൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് വണ്ടി എടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസ് ആണ്. അതായത് എളുപ്പത്തിൽ എങ്ങനെ യു ടേൺ എടുക്കാൻ പഠിക്കാം, ഒരു സ്കൂട്ടി കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെയാണ്, ഏതൊക്കെ കാലുകളാണ് കുത്തേണ്ടത്, എങ്ങനെ എളുപ്പത്തിൽ എടുക്കാൻ, റോഡിലൂടെ എടുക്കുമ്പോൾ എങ്ങനെ എളുപ്പത്തിൽ യു ടേൺ എടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരു കാരണവശാലും വന്നിട്ട് ടൂ വീൽ പഠിപ്പിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് പഠിക്കാൻ ചെയ്യരുത്. ഞാൻ ഫോർ വീൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. നിങ്ങളുടെ സ്വന്തം വാഹനം വീട്ടിലുണ്ട്, ലൈസൻസ്, ഫോർ വീൽ ലൈസൻസും ഉണ്ട്. പക്ഷെ വണ്ടി ഓടിക്കാൻ പേടിയുള്ളവരാണ് നിങ്ങൾ. കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. പറ്റും നമ്മളെ മടുപ്പിക്കും. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് ചെയ്യണമെന്നുണ്ട്, പ്രാക്ടീസ് പോയതല്ലേ, പ്രായം കൊണ്ടാ നിർത്തിക്കും. നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം 75 വയസ്സുള്ള അപ്പച്ചന്മാർ ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ലൈസൻസും കൈവച്ച് വാഹനം ഇല്ലാണ്ട് ഞാൻ പഠിച്ചതാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ഉള്ളത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു സ്കൂട്ടി യു ടേൺ എടുക്കാൻ പഠിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വാഹനം സ്റ്റാർട്ടിങ്ങിൽ വന്ന് നമുക്ക് യു ടേൺ തിരിഞ്ഞാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ ഈ വരുന്ന ഭാഗത്തു ഞാനത് താഴേന്നെ കാണിച്ചു തരാം. നമ്മളിപ്പോ ഇവിടുന്ന് വന്ന് നമുക്ക് എക്ദം എത്രയും ലെഫ്റ്റ് സൈഡ് ചേർക്കാം അത്രയും ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ വന്ന് വണ്ടി നിർത്തുക. നിർത്തിയതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി ബാക്കിൽ ആരെങ്കിലും വാഹനം വരുന്നുണ്ടോ നോക്കണം. കാരണം നമുക്ക് ഈ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയുടെ, അവിടുന്ന് വരുന്ന ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടിയുടെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് തിരിയാൻ കഴിയത്തുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ബാക്കിൽ വണ്ടി ഉണ്ടോ ശ്രദ്ധിക്കുക. അപ്പൊ രണ്ട് കാലുകൾ നമ്മൾ നിലത്ത് കുത്തിരിക്കുകയാണ്. അപ്പൊ ബാക്കിൽ ആരും വണ്ടിയില്ലെന്ന് ഉറപ്പ് വരുത്തി, ഫ്രണ്ടിലും ആരും വണ്ടിയില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എടുക്കാം. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി അവിടെ മാത്രം ഇല്ലെന്ന് പെട്ടെന്ന് എടുക്കരുത്. അതിന് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി വരാം. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ മാത്രം നോക്കിക്കൊണ്ട് മാത്രം എടുക്കരുത്. കാരണം ബാക്കിൽ നിന്നും വണ്ടി വരും. കാരണം ഇവരുടെ രണ്ടുപേരുടെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തിരിയാൻ കഴിയത്തുള്ളൂ. അപ്പൊ ബാക്കിലും വണ്ടിയില്ല, ഫ്രണ്ടിലും വണ്ടിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടത് അവിടേക്കാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ചെറുതായിട്ട് നമ്മൾ എടുത്തോടെ നിങ്ങൾ ഹാൻഡിൽ തിരിക്കാം. അല്ല ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് എടുക്കരുത്. കാരണം തിരിച്ചു വെച്ചിട്ട് എടുക്കുന്നത് നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ഇത്ര സ്പേസ് കൂടി വരുന്തോറും നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്, തിരിച്ചു വെച്ചിട്ട് എടുക്കരുത്. നമ്മൾ എടുത്തോണ്ട് തിരിക്കുക. ഇപ്പൊ നമുക്ക് ഇത്ര സ്പേസ് ഉണ്ട്, കണ്ട. നമ്മൾ പതിയെ നമ്മൾ ലെഫ്റ്റ് കാലം എടുത്തിട്ട് പ്ലാറ്റ്ഫോമിൽ വെക്കുക. റൈറ്റ് കാലം കൊണ്ട് നിങ്ങൾ പതിയെ ആക്സിലേറ്ററും ബ്രേക്കും മാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ തിരിക്കുക. നമുക്കിപ്പോൾ അവിടെ വന്ന് നമുക്ക് തിരിഞ്ഞ് കിട്ടത്തില്ലെങ്കിൽ നമ്മൾ അവിടെ നിർത്തി വീണ്ടും എന്ത് ചെയ്യുക, ലെഫ്റ്റ് കാലം നിലത്ത് മുട്ടിക്കൊണ്ട് റൈറ്റ് കാലം എടുത്ത് വെച്ചുകൊണ്ട് പതിയെ ബാക്കിലേക്ക് രണ്ട് കാലുകളിൽ ഇങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ കാലെടുത്ത് വെച്ചാൽ പതിയെ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് പതിയെ ബ്രേക്ക് എന്ന് വിട്ടുകൊണ്ട് ആ കാലെടുത്ത് വെക്കുക. കാരണം കറക്റ്റായിട്ട് നമുക്ക് തിരിഞ്ഞിടും. അപ്പൊ നമ്മൾ പലരും എന്ത് ചെയ്യും, മുൻപോട്ട് എടുക്കുമ്പോൾ എങ്ങോട്ട് തിരിക്കണം എന്നറിയാം, പക്ഷെ റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങോട്ട് തിരിക്കണം എന്നറിയത്തില്ല. കാരണം നമുക്ക് തന്നെ അറിയാം റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് എന്നാണ്. അപ്പൊ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചെങ്കിൽ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴും നമ്മൾ ഓപ്പോസിറ്റ് തിരിച്ചിട്ട് വേണം ചെയ്യാൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണിച്ചത് മനസ്സിലായി, ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മൾ ഈ സൈഡിലൂടെ തന്നെ വരുന്നു, റൈറ്റിലേക്ക് തിരിക്കുന്നു, കണ്ടില്ല, അവിടെ കൊണ്ട് നിർത്തി. നമുക്ക് സ്പേസ് കുറഞ്ഞ സ്ഥലമായി അങ്ങനെ നിർത്തുന്നു. വീണ്ടും നമ്മൾ ഇടത്തേക്കാല് കുത്തിക്കൊണ്ടും വലത്തേക്കാലും രണ്ട് കാലം ഇങ്ങനെ വെച്ചു. ഇടത്തോട്ട് തിരിച്ചോണ്ടാണ് എടുത്ത് ബാക്കോട്ട് എടുത്തത്. വീണ്ടും നമുക്ക് റൈറ്റോട്ടാക്കി എടുത്തു. കേട്ടോ, എളുപ്പം നമുക്ക് ഇവിടെ തിരിക്കാം. വീണ്ടും ഞാൻ അതുപോലെ തന്നെ കാണിച്ചു തരുന്നു. ബാക്കിൽ മിററിൽ നോക്കി വണ്ടിയില്ല, ഫ്രണ്ടിലും വണ്ടിയില്ല, ഞാൻ മുൻപോട്ട് എടുക്കുന്നു. അപ്പൊ എനിക്ക് തിരിഞ്ഞു കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിർത്തുക. വേണ്ട, വീണ്ടും നമ്മൾ രണ്ട് കാലം കുത്തുക. വേണ്ട, ഇടത്തോട്ട് തിരിച്ചു, വേണ്ട, വീണ്ടും ബാക്കോട്ട് എടുത്തു. വീണ്ടും നമ്മൾ റൈറ്റോട്ട് തിരിച്ചു എടുത്തു. വേണ്ട, ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഹാൻഡിൽ നിങ്ങൾ ബലം കൊടുക്കുകയോ അതുപോലെ തന്നെ നിങ്ങൾ തിരിക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയാണ് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്, അല്ല ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ജോ ഡ്രൈവിംഗ് യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ ചെയ്യാവുന്നതാണ്. ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, ഒന്ന് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.